ഇപ്പോൾ പല പരിപാടികളിലും ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ട്. അപ്പോൾ ആ ശ്രമം ദൗർഭാഗ്യകരമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളണം. എതിരാളിയായിട്ട് കേട്ടാൽ മതി. ശത്രുവായിട്ട് രാജ്യത്തെ ജനങ്ങളെ തന്നെ കാണാൻ പറ്റുക. അവരുടെ പരിപാടിക്ക് പോവില്ല, വരില്ല. അതിനാണ് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ 67 ഇവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനസംഘവും കൂടി ഒന്നിച്ച് ബീഹാറിൽ ഭരിക്കുമ്പം പറഞ്ഞ ഈ ഇഷ്യൂ ഉയർത്തിയപ്പം രാജ്യത്തെ ജനങ്ങളെ അങ്ങനെ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളിലായി തരിച്ചു നിർത്തിയിട്ട് വന്നുകൂടാന്ന് പറയുന്നത്. അതിനുള്ള 18-ാം തീയതി എൻ്റെ മറുപടിയാണ്. എൻ്റെ പരിപാടിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും കേരളത്തിലെ കൃഷ്ണസഭയുടെ ഹെഡും ചിദാനന്ദപുര സ്വാമി എല്ലാം വരും. സൗഹാർദ്ദം ഉണ്ടാകും രാജ്യത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശയങ്ങളിൽ വന്നോളൂ. ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അതല്ല. ഞാൻ ആരെയും ഒറ്റപ്പെടുത്തുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. RSR കല്ലേറിനെ പേടിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ അസാന്നിധ്യം കൊണ്ട് പലരും ഇവിടെ ശ്രദ്ധേയരായി. വരാമെന്ന് പറഞ്ഞവർ വരായിരുന്ന ലിസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ല, RSSനെ അതിലേക്ക് വലിച്ചെടുക്കേണ്ട. RSS എല്ലാവരും BJP നേതാവല്ലേ, ജില്ലാ പ്രസിഡന്റ് അല്ലേ. അപ്പം എൻ്റെ പരിപാടി ഞാൻ RSകാരനല്ലേ. എൻ്റെ ഒറ്റപ്പെടുത്തിയല്ല. ഇവിടുത്തെ ഏത് പരിപാടിയിലും ഇപ്പോഴങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നു. വരാമെന്ന് പറയും, ആ സമയമാകുമ്പോൾ അവർ വരില്ല. പലരും തപസ്യയുടേതിനകത്തുണ്ടായില്ലേ. അപ്പോൾ ഇത് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രവണതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിയെ കാണാൻ പോകരുത്, പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകരുത്, ഗവർണർമാരെ കാണാൻ പോകരുത്. എന്ത് പരിപാടി? അത് ഞാൻ പോകുന്നത് തെറ്റല്ലല്ലോ പറഞ്ഞത്. അങ്ങനെയുള്ള ഭരണാധിപൻ ഇവിടെ വന്നപ്പം അയാളുള്ളതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് ശിവഗിരിയിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി വന്നപ്പം അയാൾ വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രോട്ടോക്കോളിലെ ഒന്നാമനായ പ്രോട്ടോക്കോൾ അനുസരിച്ച് വന്ന തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അയാൾ വരുന്നു എന്നുള്ളത് കൊണ്ട് പിറ്റേ ദിവസം പരിപാടി ബഹിഷ്കരിച്ച അന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ്. എന്ത് പ്രതിഷേധം? എന്താ പ്രതിഷേധം? എന്താ നിങ്ങൾ പറയാൻ? നിങ്ങൾ പഠിച്ചിട്ട് പറ. എന്താ പ്രതിഷേധം? അല്ല, അത് എന്തായാലും പറയാം. ഉടൻ തന്നെ ഞാൻ പറയല്ലേ. രാഷ്ട്രീയമായ ഒരു കാരണമില്ല. രാഷ്ട്രീയമായ കാരണമുണ്ട് ഇപ്പോഴും അത് തന്നെയല്ല. എന്താ വ്യത്യാസമുള്ളത്? ആർക്കെങ്കിലും മാറ്റം വന്നോ? അന്നത്തെ ആൾക്കാർ മോശവും ഇപ്പോഴത്തെ മെച്ചമെന്നോ അഭിപ്രായമുണ്ടോ? RSS BJPയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ അന്ന് മോശക്കാർ ഇന്ന് നല്ലവരാണോ? അങ്ങനെ അഭിപ്രായം ഇവർക്കുണ്ടോ? നമ്മൾ കേരളം അപജയത്തിൻ്റെ പാതയിലാണ്. വേറൊരു സ്റ്റൈലിലാണ് ഇതുള്ളത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 67 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനസംഘവുമായിട്ട് ഒന്നിച്ച് ഭരിക്കാമോ? ഭരിച്ച ബീഹാറിനെ പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചു നോക്ക്. ഒരെണ്ണം ആരും പഠിക്കില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും ചെയ്യും. ഞാൻ സ്നേഹത്തോട് പറഞ്ഞാണ്.